ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളെപ്പറ്റി എന്ത് വ്യക്തിസ്മരണകൾ ഉണ്ടാവാനാണ്. ഇടശ്ശേരിയെപ്പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മുതൽ എൻ്റെ സംശയം അതാണ്. 1972 9ാം ക്ലാസ് പാസ്സായി 10ാം ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ അച്ഛനോട് പറഞ്ഞ ഒരേ ഒരു കാര്യം, 10ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൃഷ്ണമാരാരെ കാണാൻ കൊണ്ടുപോകണം എന്നായിരുന്നു. മാർച്ച് അവസാനവും മറ്റുമാണ് SLC പരീക്ഷ കഴിഞ്ഞത്. ഏപ്രിൽ 7-ാം തീയതി മാരാർ മരിച്ചു. 10ാം ക്ലാസ് പാസ്സായി പ്രീഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ അച്ഛനോട് പറഞ്ഞത് പ്രീഡിഗ്രി കഴിഞ്ഞാൽ പൊന്നാനിക്ക് കൊണ്ടുപോകണം എന്നായിരുന്നു, ഇടശ്ശേരി ഗവർണറെ കാണാനായിട്ട്. 2ാം വർഷ പ്രീഡിഗ്രിയുടെ സമയത്ത് ഒക്ടോബർ മാസത്തിൽ അദ്ദേഹം മരിച്ചുപോയി. എന്തുകൊണ്ടാണ് ഇടശ്ശേരിയെ കാണണമെന്ന് ആഗ്രഹിച്ചതെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരവില്ല. ഞാൻ സ്കൂളിൽ പഠിച്ചത് 1ാം ഭാഷയായി പഠിച്ചത് മലയാളമല്ലായിരുന്നു, സംസ്കൃതമായിരുന്നു. എങ്കിലും മലയാള പാഠാവലി ശ്രദ്ധിക്കാറുണ്ട്. അതിൽ പൂമുഖം വിദ്യുദ്ദീപശോഭയാലോളം വെട്ടും ആ മണിഹർമ്മ്യത്തിൻ്റെ മുറ്റത്തു നിന്നു വൃദ്ധൻ എന്നു പേരായ ഒരു കവിത, അങ്ങേ വീട്ടിലേക്ക് എന്നുള്ള കവിത. ആ കവിതയിലെ കുറച്ച് വരികളെ പാഠാവലിയിൽ ചേർത്തിരുന്നുള്ളൂ. ആ പാഠാവലിയിൽ ചേർക്കേണ്ട ഒരു കവിതയാണോ അതെന്നുള്ള ചോദ്യങ്ങളൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എന്തായാലും അതായിരിക്കണം മറ്റു പല വിദ്യാർത്ഥികളെയും പോലെ ഞാനും ആദ്യം വായിച്ച ഇടശ്ശേരി കവിത എന്ന് ഞാൻ വിചാരിക്കുന്നു. പൂതപ്പാട്ടൊന്നും ഇപ്പോഴത്തെ പോലെ അത്ര പ്രസിദ്ധമായിരുന്നില്ല. 73-ലോ 74-ലോ ബാലരമയിലോ മറ്റോ വന്ന ഒരു കവിത, ഉറങ്ങണം എന്ന കവിത, അതെന്നെ വല്ലാതെ പിടിച്ചുലച്ചു. ഇമകളിൽ എന്തോ കനത്ത പോലെ, ചെവികളിൽ ഏതാണ്ടിരമ്പൽ പോലെ, മുതുകു നിവർത്തിക്കിടന്നു വേഗം മുത്തച്ഛനൊന്നുറങ്ങാതെ വയ്യ, നാളെ പുലരുമ്പോൾ എല്ലാം ആവർത്തിക്കണ്ടേ പുതിയതായി. ഇടശ്ശേരിയുടെ തീർത്തും ലളിതമായ ഭാഷ ആ ഉലച്ചിലിന് ഒരു കാരണമായി എന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. 1974 ജനുവരി മാസം അവസാനം വന്ന മാതൃഭൂമിയിൽ ഒളിച്ചോട്ടം എന്നു പേരായൊരു കവിതയുണ്ടായിരുന്നു. എഴുത്തുമേശതൻ മുന്നിൽ ഇരിക്കുന്നു ഞാൻ, പെരുത്തുണ്ടേ ജനമെൻ്റെ മുറിക്കു മുന്നിൽ, കരണങ്ങൾ എഴുതിക്കൽ അവർക്കാവശ്യം, കവിതകൾ രചിക്കലേ നമുക്ക് വശ്യം എന്ന് തുടങ്ങുന്ന ആ കവിത ഇന്നും എൻ്റെ ഒരു സാധനാപാഠമായി ഞാൻ എൻ്റെ മുൻപിൽ എപ്പോഴും എൻ്റെ മനോമയമായ കവിത്രത്തിൻ്റെ മുൻപിൽ ഞാൻ കൊളുത്തി വയ്ക്കുന്നൊരു വിളക്കാണത്. ഒരുത്തിക്കും അഭിലാഷം കുരുത്തതില്ല, പുകലച്ചൂരഴുമെന്നെ പിടിച്ചു പുൽകാൻ, തരമായാൽ തരമായി എൻ അധരങ്ങൾക്ക് ബലാത്കാര കഥകളെ പറവാനുള്ളൂ, അഭിമാനിക്കയും ചെയ്വേൻ നടാടയല്ലോ അഭിസരിപ്പത് യോഷിത് പ്രകൃതി നമ്മെ. പിന്നെ അതിൽ വളരെ ഹൃദയസ്പൃക്കായ ഒരു ഇരടി, മിഴിനീരാൽ വഴുപ്പുറ്റ വഴിയിലെൻ്റെ കഴലിണ വഴുതാതെ കരുതിക്കൊള്ളൂ, കടലേതും ഇടറാതെ നയിക്കുക തന്നെ, അങ്ങനെ കണ്ടാണ് ആ ഭാഗം. പിന്നെ പുറത്തപ്പോൾ പകലെരിഞ്ഞടങ്ങുന്നുണ്ടാം, പുതയുന്ന ഭസിതത്തിൽ കനലുപോലെ. 1974 എനിക്ക് 16 വയസ്സ് പ്രായം. ആധുനികതാവാദത്തിൻ്റെ പ്രയോക്താക്കളായ മലയാള കവികളെല്ലാം ശരിക്കും അരങ്ങ് വാഴുന്ന കാലം.
പക്ഷേ ആ കവിതകളിലൊന്നും താല്പര്യം ജനിപ്പിക്കാതെ എന്നെ കാത്തത് ഇടശ്ശേരി കവിതയായിരിക്കണം. ഇപ്പോഴും അവരിൽ മിക്കവരോടും അവരുടെ മിക്ക കവിതകളോടും വിപ്രതിപന്നമാണ് എൻ്റെ അഭിരുചി. സധൈര്യം പറയുകയാണ്, അതിനുള്ള കാരണം ഇടശ്ശേരിയുടെ ഈ ഐതിഹാസികമായ ലാളിത്യം തന്നെ ആയിരിക്കണം. 74 നിർമ്മാല്യ സിനിമ പുറത്തു വന്നു. അപ്പോൾ അതിലെ സമയമായി തേരിറങ്ങുകമ്പേ സകല ലോക പാലനൈക സമയമതാലംബേ എന്നുള്ള വരികളുടെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് KP ശങ്കരൻ മാഷ് എഴുതിയ കുറിപ്പുകളിൽ നിന്നായിരുന്നു. ആ കുറിപ്പുകൾ എൻ്റെ ശാശ്വതമായ അസൂയയ്ക്ക് പാത്രവുമാണ്. കാരണം ഞാൻ ഇത്രയൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു, കവിയുടെ അന്തർഗതം അറിഞ്ഞുകൊണ്ടാണ് ഇതിലധികവും കുറിച്ചിട്ടുള്ളത് എന്നൊരു വരി മാഷ് കുറിച്ചിട്ടുണ്ട് അവിടെ. എനിക്ക് വല്ലാത്ത അസൂയാണ് മാഷോട് അതിൻ്റെ പേരിൽ. ഒരു ദിവസം വൈകുന്നേരം കോളേജ് വിട്ടിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഈ വരികൾ മൂളി നടക്കുകയാണ്. സമയമായി തേരിറങ്ങുകമ്പേ സകല ലോക പാലനൈക സമയമതാലംബേ. അപ്പോഴാണ് ആ വഴിയോരത്തുണ്ടായിരുന്ന ഒരു പീടികയിൽ വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ടുണ്ടാവണം, റേഡിയോയിൽ നിന്ന് വാർത്ത കേട്ടത്. സംഗീതജ്ഞനും പ്രശസ്ത ഭാഗവതരുമായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഇന്ന് അന്തരിച്ചു. ഓ എന്ന് കേട്ടിങ്ങനെ നിന്നുപോയി. അപ്പോഴാണ് അടുത്ത വാചകം, പ്രശസ്ത കവി ഇടശ്ശേരി ഗോവിന്ദൻ അന്തരിച്ചു. അയ്യോ. പിന്നാലെ പറഞ്ഞു, പ്രശസ്ത ഭിഷഗ്വരനായ കാലടി പരമേശ്വരൻ പിള്ള അന്തരിച്ചു. ഇതെല്ലാം 1974 ഒക്ടോബർ 16 പിന്നീട് അക്കിത്തം എഴുതിയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രാതലിനിടയിൽ ഭവാൻ മുഴുമിച്ചു ജീവിതയാത്രയെന്ന് ഓതി വാസരമെത്തവേ വെടികൊണ്ട സൂകരമായി ഞാൻ. പിൽക്കാലത്ത് ഈ മാധവനൊക്കെ എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം കാലത്ത് കാപ്പ് പിടിച്ച് ഇഡ്ഡലിയോ മറ്റോ ചട്നിയിൽ മുക്കി കഴിക്കുന്ന സമയത്താണ് ഉണ്ടായിരുന്നത്. ശരിക്കും വീട്ടിലൊരാൾ മരിച്ച പോലെ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇനി മാലാരെ കാണാൻ പറ്റാഞ്ഞതുപോലെ ഇദ്ദേഹത്തെയും കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള വല്ലാത്ത സങ്കടവും അങ്ങനെയൊക്കെയാണ് പിന്നെയുള്ള കുറേ മാസങ്ങൾ കഴിച്ചു കൂട്ടിയത്. അക്കിത്തം 2 കവിത എഴുതി. ഒന്ന് ഈ പ്രണതബാഷ്പം എന്നുള്ള കവിതയാണ്. മറ്റേത് അദ്ദേഹത്തിൻ സ്നേഹം പ്രസരിച്ചും കൊണ്ടിരുന്ന ലോകത്തിൽ ഏതൊരു കണ്ണീരാറ്റിൻ കടവത്തും ഞാൻ അധീരനായില്ല. അച്ഛനും അമ്മയുമായിട്ട് എന്നെ സേവിച്ച ധർമ്മശാസ്താവേ എന്ന് വിളിക്കുന്ന കവിതയാണത്. അതിലെ മാത്രാവൃത്തം, അതിലെ അഗാധമായ ദുഃഖം ഏതേതൊക്കെയാണ് എന്നെ സ്വാധീനിച്ചതെന്ന് പറഞ്ഞുകൂടാ. ഒരു കാര്യം കൂടി ഓർത്തോട്ടെ, ഇടശ്ശേരി മരിച്ചിട്ട് വന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന വേറൊരു കവിത ഇതേ മാത്രാവൃത്തത്തിൽ എഴുതിയ ഒരു കവിതയായിരുന്നു. എന്തിനാണ് ഈ മാത്രാവൃത്തത്തിൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ ഇടശ്ശേരിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു അത് എഴുതുന്ന ആളുകളില്ല ഇപ്പോൾ, അതുകൊണ്ട് ആണ് പറയുന്നത്. വള്ളുവനാടൻ കാവിൻ നീർമുകിലാണി കറുത്ത ചെട്ടിച്ചി ഇന്നലെ ഇരുൾ വീണപ്പോൾ പൈക്കളെ ആട്ടിത്തെളിച്ചു വന്നെത്തി. പുല്ലൂർ ബാലൻ്റെ കവിതയാണ്. എനിക്ക് നേരിട്ട് പരിചയമുള്ള കവിയായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഭരത ഇടശ്ശേരിയെ പറ്റിയിട്ട്. പിന്നെ എനിക്ക് ഇടശ്ശേരിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നത് 1975 മുതൽ പറഞ്ഞു തന്നത് വിഷ്ണുനാരായണൻ പുരിമാഷാണ്. പല കാര്യങ്ങളും പറഞ്ഞു തന്നത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1960 മുതൽ മാഷ്ക്ക്
എടശ്ശേരി നേരിട്ട് പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം തിരൂര് തുഞ്ചമ്പറമ്പിലെ കവിത വായിക്കാൻ പോയ സമയത്ത് എടശ്ശേരി ഉമ്മറത്ത് ഇരുന്നിരുന്നതും അദ്ദേഹത്തെ അഭിനന്ദിച്ചതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാടുകൾ എന്നെഞ്ചടമന്ദതയിൽ കനത്തൊരാഘാതം എന്നുള്ള കവിത വായിച്ചപ്പോൾ എടശ്ശേരി അദ്ദേഹത്തെ അഭിനന്ദിച്ച കാര്യമൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എടശ്ശേരിയെ കാണാൻ പറ്റില്ല എന്നുള്ള വിഷമം മാറ്റി തന്നത് ഇവരൊക്കെ ആയിട്ടുള്ള സഹവാസമായിരുന്നു. അത് കഴിഞ്ഞ് കെ പി ശങ്കരൻ, കെ വി രാമകൃഷ്ണൻ തുടങ്ങിയ ആളുകൾക്ക് NN കക്കാട് ഇവരൊക്കെ ആയിട്ടുള്ള പരിചയത്തിലൂടെയാണ് ഞാൻ എൻ്റെ ഇടശ്ശേരി ജിജ്ഞാസയെ കുറച്ചെങ്കിലും ഉപശമിപ്പിച്ചു പോകുന്നത്. അത് ഉപശമിക്കുകയല്ല ഉണ്ടായത്, അത് വീണ്ടും വീണ്ടും പ്രവൃദ്ധമാവുകയാണ് ഉണ്ടായതെന്നുള്ളത് വേറൊരു വിഷയം. പിന്നെ എന്നെ സഹായിച്ച ആളാരെന്നറിയാമോ? അത് ഇടശ്ശേരിയുടെ ബഹിശ്ചര പ്രാണനായിരുന്ന കടനാട് കുട്ടിക്കൃഷ്ണനാണ്. എടശ്ശേരിയുടെ കൈപ്പട എനിക്കൊന്ന് കാണണമെന്ന് മോഹമുണ്ടായിരുന്നു. എടശ്ശേരിയുടെ ഏതെങ്കിലും കത്തുകൾ കാണണമെന്നുണ്ടായിരുന്നു. അതൊന്നും വിശ്വനാഥപുരം മാഷ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കോട്ടയത്ത് കടവനാടിൻ്റെ ലോഡ്ജിൽ പോയി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ താൻ വരിക, ഞാൻ എല്ലാം എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തവണ കോഴിക്കോട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെയാണ് ഞാൻ എടശ്ശേരിയുടെ കൈപ്പട കണ്ടത്. എടശ്ശേരിയുടെ കത്തുകളും എടശ്ശേരിയുടെ കവിത കൈപ്പടയും ഞാൻ കണ്ടത് അങ്ങനെയാണ്. അതും കഴിഞ്ഞിട്ടാണ് കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ PV കൃഷ്ണൻ നായരുടെ സ്നേഹപൂർണമായ ഔദാര്യം കൊണ്ട് എനിക്ക് ഇടശ്ശേരിയുടെ ഭാര്യയെ കാണാൻ പറ്റിയത്. 1982 83 ഒക്കെ ആയിരിക്കണം. അന്ന് അവർ ഡോക്ടർ ദിവാകരൻ്റെ കൂടെ കാനാട്ടുകരയുള്ള കുങ്കുമം എന്നുള്ള വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഞാൻ പോയി സാഷ്ടാംഗം നമസ്കരിച്ചു. ഇതെന്താ ഈ ചെയ്യണമെന്നൊക്കെ അവർ ചോദിച്ചു. പക്ഷേ ജാനകിയമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ എത്ര വലിയ ദുഃഖഭാരം കൊണ്ടാണ് അവരുടെ മുമ്പിൽ ചെന്നതെന്നുള്ള കാര്യം. എൻ്റെ ജീവിതത്തിന് ദിശാബോധം നൽകിയ ആളുടെ ഭാര്യയാണല്ലോ. അതുകൊണ്ട് ഞാൻ ശരിക്കും നമസ്കരിച്ചു. ഞാൻ മാഷോടൊന്ന് പറയുകയും ചെയ്തു, ഞാനിങ്ങനെ ജാനകിയമ്മയെ കാണാൻ പോയിരുന്നു. അപ്പോൾ മാഷ് ഒരുപാട് തമാശകൾ പറഞ്ഞു. ശരി, ഏറ്റവും കൂടുതൽ കളിയാക്കിയിട്ടുള്ളത് ജാനകിയമ്മയാണ്. എനിക്കറിയാം, നിഷാദിനി, കരുവാത്തി, ആയമ്മ, ബ്രിട്ടീഷ് കട്ട്ലറികളിൽ പരിശീലനം സിദ്ധിച്ചവൾ എന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടല്ലോ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഹരിയേട്ടനുമായിട്ട്, ഹരികുമാറുമായിട്ട് സൗഹൃദത്തിലായി. അപ്പോൾ ഈ എടശ്ശേരി കൃതികളൊക്കെ അദ്ദേഹം സമാഹരിക്കുന്ന കാലത്തൊക്കെ ഞാൻ കൂടെയുണ്ട്. ഈ കെ ഗോപാലകൃഷ്ണൻ മാഷുമായിട്ട് പരിചയമുണ്ടായി. അതിലും ഒരു കഥ പറയാനുണ്ട്. 1988 ഇടശ്ശേരിയുടെ പ്രബന്ധങ്ങൾ എന്നുള്ള പുസ്തകം വന്നപ്പോൾ ഞാനാണത് മാതൃഭൂമി ആഴ്ചപ്പതിനുവേണ്ടി റിവ്യൂ ചെയ്തത്, കവിയുടെ ഗദ്യം എന്നുള്ള പേരിൽ. അപ്പോൾ എൻ്റെ ജിജ്ഞാസയെ തീർത്തും ശമിപ്പിക്കാത്ത മട്ടിലായിരുന്നു അതിൻ്റെ സംവിധാനം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പല സൂചനകളും ഗോപാലകൃഷ്ണൻ മാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിനുള്ള വിശദാംശങ്ങൾ കൊടുത്തിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കളിയാക്കിയിട്ടാണ് ഞാൻ എഴുതിയത്. മാഷപ്പ് എന്നെ കണ്ടപ്പോഴെനിക്ക് തോന്നി അങ്ങനെ ഒരിക്കലും എഴുതാൻ പാടില്ലായിരുന്നു. കാരണം ഈ എടശ്ശേരിയുടെ കൃതികളുടെ കാലക്രമവും പൗർവാപര്യവും ഒക്കെ നമ്മളിപ്പോൾ ഞെളിഞ്ഞു നിന്ന് പറയുന്നത് ഗോപാലകൃഷ്ണൻ മാഷയുടെ ഒരൊറ്റ ആളുടെ ശ്രമം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഹരിയേട്ടനെ കണ്ടപ്പോൾ പിന്നെ കുറച്ചും കൂടി എനിക്ക് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു തുടങ്ങി. പിന്നെ അപ്പോഴും ശബ്ദം കേട്ടിരുന്നില്ല എന്ന് തോന്നുന്നു. ശബ്ദം പിന്നീടാണ് വെബ്സൈറ്റിൽ വന്നപ്പോഴാണ് ഒരു 2 മിനിറ്റ് ശബ്ദം ആദ്യം കേട്ടത്. പിന്നെ ഈ പ്രബന്ധങ്ങളുടെ മുൻപിലുണ്ടായിരുന്ന ലേഖനം വായിച്ചൊക്കെ പരിചയത്തിലാണ് ഈ മാധവേട്ടനായിട്ട് പരിചയപ്പെട്ടത്. പിന്നെ ഡോക്ടർ ദിവാകരനെ പരിചയപ്പെട്ടു. പിന്നെ അശോകൻ ഞങ്ങളുടെ പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫ്ലാറ്റിലാണ് അന്ന് എറണാകുളത്ത് താമസിച്ചിരുന്നത്. ഹൈദരാബാദിൽ ആ ഇടയ്ക്ക് പോയപ്പോഴാണ് എടശ്ശേരിയുടെ മകൻ ഉണ്ണികൃഷ്ണൻ, ആദ്യം മരിക്കുന്നത് ഉണ്ണികൃഷ്ണനാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം എൻ്റെ പല സുഹൃത്തുക്കളുടെയും സുഹൃത്തായിരുന്നു. ഞാൻ ആ മരണത്തെപ്പറ്റി
ഒരു 4 വരി ഞാൻ ശ്ലോകം എഴുതിയിട്ടുണ്ട്. ഇടശ്ശേരി എങ്ങനെയായിരിക്കും വീട്ടിൽ നിന്ന് അങ്ങടേക്ക് പോയിട്ടുണ്ടാവുക ആ കള്ളക്കമ്പി കിട്ടിയിട്ട് എന്ന് ഞാൻ സങ്കല്പിച്ച് എഴുതിയിട്ടുണ്ട്. തിരക്കിൽ ഇരുൾ വണ്ടിയിൽ പിടയുമുള്ളൊടെ വീടിയും പുകച്ച് മകനെ സ്മരിച്ച് അനഘ ജാനകീദേവി തൻ കരത്തെ മുറുകെ പിടിച്ച് ഇടറി വീണൊരീ ശക്തി തൻ കവിക്കഭയമേകിയോ ശുഭത മന്ത്രവും സംഘവും. എനിക്ക് അനഘ ജാനകീദേവി തന്നെ എനിക്ക് എഴുതണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇടശ്ശേരിയോടുള്ള ഹൃദയബന്ധം പോലെ തന്നെ പരിഭാവനമാണ് ഇടശ്ശേരിയുടെ ഭാര്യയുമായിട്ടുള്ള മാനസിക ബന്ധവും. അവരെ കാണാൻ പറ്റി, ഇദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കവിതേതരമായ കർമ്മമണ്ഡലത്തെ പറ്റി ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ആളാണ് ഇടശ്ശേരി. നേരത്തെ പറഞ്ഞല്ലോ, എഴുത്തുമേശതൻ മുന്നിലിരിക്കുന്നു ഞാൻ, പെരുത്തുണ്ടേ ജനമെൻ്റെ മുറിക്ക് മുന്നിൽ, കരണങ്ങൾ എഴുതിക്കൽ അവർക്ക് ആവശ്യം, കവിതകൾ രചിക്കലേ നമുക്ക് വശ്യം. അങ്ങനെ കവിതേതരമായ ഒരു കർമ്മമണ്ഡലത്തിലാണ് ഞാനൊരു 10-21 കൊല്ലം ജോലി ചെയ്തത്. അപ്പോൾ ഇടശ്ശേരി എന്നെ ആകർഷിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഒരുപക്ഷെ ഈ സാദൃശ്യമായിരിക്കാം. അതിലും പല കാര്യങ്ങളിലും ഇടശ്ശേരി എന്നെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ചീറിക്കേറും കടത്തിൻ പ്രഹരം അതിതരാമേറ്റുകൊണ്ട് എത്ര കൊല്ലം നീറിക്കൊണ്ടേ കഴിഞ്ഞേൻ അനുദിനം അവമാനപ്പെടും ഭീതിയോടെ എന്നുള്ള ശ്ലോകം അദ്ദേഹത്തിൻ്റെ അവസാന ശ്ലോകങ്ങളിലൊന്നാണ്. ഈ ചെറുകാട്ട് സാന്ദീപനിയുടെ അച്ഛനായിട്ടുള്ള ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ശ്രീ ശങ്കരനാരായണൻ നമ്പ്രാന്തിരിക്ക് 1974 ഒക്ടോബറിൽ എഴുതിയ കവിതക്കത്താണത്. വാരിക്കൂട്ടേണ്ട സമ്പത്തുകൾ എന്നുള്ള ആ ശ്ലോകം. കള്ളന് പുച്ഛം എന്നോട് ഏറെ പുച്ഛം പ്രമാണിയായൊന്നും നിലനിൽക്കാവൂ രണ്ടും ഞാനീ മണ്ണിൽ പുതഞ്ഞു പോവോളം എന്നെഴുതിയ ഇടശ്ശേരി എന്നെ പല ജീവിത പ്രതിസന്ധികളിലും അദൃശ്യമായ ഒരു ഗുരു സാന്നിധ്യമായിട്ട് ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എന്താണ് വേറൊരു കാരണം എന്ന് ചോദിച്ചാൽ, വേറെ ഒരു മലയാള കവിയിലും ഞാൻ പരിചയിച്ചിട്ടുള്ള മറ്റ് ഭാഷാ കവികളിലും മറ്റ് അന്യഭാഷാ കവികളിലൊന്നും ഇല്ലാത്തതുപോലെ ഉദാരനായിരുന്നു ഇടശ്ശേരി. സ്ഖാലിത്യം വരാമാർക്കും തെറ്റിനെ മർത്യൻ നേർക്കും ചേലുതാനല്ലോ കാട്ടിത്തരുന്നു നൈപുണ്യത്തെ. എന്തു ചെയ്താലും തെറ്റാമെന്ന് തോന്നുമ്പോൾ ചെയ്വതെന്തും നീ ഉറപ്പിച്ചു ചെയ്യുകയത്രേ വേണ്ടൂ എന്നുള്ള വരികൾ എന്നെ കുറച്ചൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലും വലിയൊരു വരിയുണ്ട്. ഋതവും അനൃതവും പരകോടിയിൽ പക്ഷേ സ്ഥിതി ചെയ്വത് തമ്മിൽ തോളുരുമ്മിക്കൊണ്ടല്ലോ. ഇങ്ങനെ എഴുതിയ കവിയെ എങ്ങനെ മനസ്സാ നമിക്കാതിരിക്കും? അനാദരം പറയാമെന്ന് വിചാരിക്കരുത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവി ഇടശ്ശേരിയല്ല, വൈലോപ്പിള്ളി മാഷാണ്. പക്ഷേ വൈലോപ്പിള്ളി മാഷിൻ്റെ പല കവിതകളെയും വെറും ബാല കവിതകളാക്കി മാറ്റുന്നത്ര അഗാധതയും ഗാംഭീര്യവുമാണ് ഇടശ്ശേരിയുടെ മിക്ക കവിതകളിലും ഞാൻ കണ്ടിട്ടുള്ളത്. കവിതകളിൽ മാത്രമാണോ? അല്ല. ഈ ഇടശ്ശേരിയുടെ കുങ്കുമപ്രഭാതം എന്നുള്ള പുസ്തകം NBS പബ്ലിഷ് ചെയ്തിട്ട് അന്ന് ഈ പുസ്തക പ്രകാശനമൊന്നും ഇല്ലല്ലോ. ഇപ്പം എല്ലാവരും പുസ്തകം പൊക്കി പിടിച്ച് പ്രകാശിപ്പിക്കുകയാണല്ലോ ചെയ്യുക. ആ പുസ്തകം ഒന്ന് കിട്ടാനായിട്ട് ഞാൻ എത്ര തവണ തിരുവനന്തപുരത്ത് NBS പോയിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 1.5 രൂപയോ 2 രൂപയാണ് വില. കിട്ടിയില്ല. അതിൽ അനഭിമതനായ പുരുഷനാൽ ആമരണം ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീയെ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതെന്നെ ശരിക്കും പേടിപ്പിച്ചു കഴിഞ്ഞു.
അനഭിമതനായ ഒരു പുരുഷനാൽ അയാൾ ഭർത്താവായിപ്പോയെന്ന കാരണം കൊണ്ട് ആമരണം ബലാത്സംഗം ചെയ്യപ്പെടുന്ന അനുകമ്പാർഹയായ ഒരു സ്ത്രീയെ പതിവ്രതയെന്ന് പുകഴ്ത്താൻ സാമൂഹ്യബോധമുള്ള ഒരു സാഹിത്യ നിർമ്മാതാവ് കൂട്ടാക്കുകയില്ല. തെറ്റായ അടിസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നിരുന്ന കുടുംബമെന്ന സമൂഹത്തിൻ്റെ സുപ്രധാന ഘടകം സത്യത്തിൻ്റെ വെളിച്ചത്തിൽ തകരുകയാണ്. അടിത്തറ മാറ്റിയേ പറ്റൂ. വല്ലപ്പള്ളി മാഷ് പറയാറുണ്ട്, ഈ വിപ്ലവം എന്ന് പറയുന്നത് തല്ലും പിടിയുമല്ല. ഒരു കവിത വിപ്ലവാത്മകമാണെന്ന് പറയുമ്പോൾ അതിനകത്ത് അതിൻ്റെ കലാബീജം കൊണ്ട് വിപ്ലവാത്മകത്വം വരാം, ആശയബീജം കൊണ്ട് വരാം. ഇത്രയും വിപ്ലവാത്മകമായ എന്തെങ്കിലും ചിന്തിച്ച വേറൊരു കവി ഒരുപക്ഷെ കുമാരനാശാൻ മാത്രമായിരിക്കും. ഇത്രയും ചിന്തിക്കാൻ പോലും വിഷമമാണ്. അതുകൊണ്ടാണ് വല്ലപ്പള്ളി മാഷ് എപ്പോഴും പറയാറുള്ളത്, കുഴിച്ചിട്ട ചേനയാണ് ഇടശ്ശേരി കവിത എന്ന്. ബോധം വെച്ച നാൾ മുതൽ ഇപ്പോൾ 40-45 കൊല്ലത്തിൽ കൂടുതലായില്ലേ കവിത വായിച്ചു തുടങ്ങിയിട്ട്. എന്നെ ഇത്രയും അത്ഭുതപ്പെടുത്തുന്ന ഏറെ കവികളെയൊന്നും ഞാൻ മലയാളത്തിൽ വായിച്ചിട്ടില്ല. അന്യഭാഷകളിലെ കവിതകൾ നേരിട്ടും അല്ലാതെ പരിഭാഷയിലും കൂടി വായിക്കുമ്പോഴും ഇടശ്ശേരിയുടെ തലപ്പൊക്കം ഒട്ടും കുറഞ്ഞിട്ടില്ല. എൻ്റെ അച്ഛനെ പോലെ ഞാൻ ദിവസേന മനസ്സാ നമിക്കുന്ന ഈ കവിയെ ഓർക്കുവാനായി ഒരവസരം തന്നതിന് എല്ലാവരോടും നന്ദി പറയുന്നു. നമസ്കാരം.